എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നവരേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്കിനി തക്കാളി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾ ചെമ്മീൻ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്കിതിലേക്ക് തക്കാളിയുടെ എണ്ണം, അതേപോലെ സവാളയുടെ എണ്ണം, മസാലപ്പൊടികളുടെ അളവുകളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി തക്കാളി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം, അതുവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് തക്കാളി വേവുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാള മസാലപ്പൊടികളൊക്കെ ഒന്ന് നല്ല കളറിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് മിക്സാക്കി എടുക്കാം.